ശാസ്ത്രലോകം ഇന്നും അത് കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഓരോ കാര്യങ്ങളും, എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകം ഇവയെല്ലാം മുൻകൂട്ടി കണ്ടു ലോകത്തിന് കൈമാറിയിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, ശാസ്ത്രവും ബൈബിളും എന്ന പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സമുദ്രങ്ങളുടെ പിതാവായ മാത്യു ഫോണ്ടൈൻ മോറി എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. 1800കളുടെ മധ്യത്തിൽ അമേരിക്കൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഒരിക്കൽ ഒരു അപകടത്തെ തുടർന്ന് തൻ്റെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. എല്ലാ ദിവസവും തൻ്റെ മകൻ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സങ്കീർത്തനം 8:8 ആ മകൻ വായിച്ചത്. ആ വചനം മാത്യുവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആ വചനം ഇങ്ങനെയാണ്: സമുദ്രപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നവ ഒക്കെയും. അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. ദൈവം ഒരിക്കലും കള്ളം പറയുന്ന ദൈവമല്ല. സമുദ്രത്തിൽ ഒരു പാതയുണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പാത ഉണ്ടാകും. ആ പാത ഞാൻ കണ്ടെത്തും എന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുകയും വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. ആ കണ്ടെത്തലാണ് പിൽക്കാലത്ത് ലോകം അംഗീകരിച്ച ഏറ്റവും വലിയ കണ്ടെത്തലായി മാറിയത്. എന്താണ് ഈ സമുദ്രപാത? സമുദ്രം എന്നത് വെറും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരിടം മാത്രമല്ല, മറിച്ച് കരയിലുള്ളതുപോലെ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുന്ന നദികൾ ഉള്ളതുപോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും ഭീമഹാരമായ ഒരു ജലപ്രവാഹം ഓരോ ദിശയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഓഷ്യൻ കറൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. 18ാം നൂറ്റാണ്ട് വരെയും കപ്പലുകൾ കാറ്റിനെ ആശ്രയിച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ കടലിനടിയിൽ ഇത്തരത്തിലുള്ള റോഡുകൾ ഉണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ BC 1000 ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനത്തിൽ കൂടെ എഴുതി വെച്ചു, കടലിൽ സഞ്ചാരപാത ഉണ്ട് എന്ന്. ഈ ബൈബിൾ വചനം കേട്ട മോറി പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം പഴയ കപ്പലുകളുടെ ചില രേഖകൾ പരിശോധിക്കാൻ നീക്കിവെച്ചു. ആയിരക്കണക്കിന് കപ്പലുകൾ സഞ്ചരിച്ച വഴികളും അവിടുത്തെ കാറ്റുകളും അടിയൊഴുക്കളും അദ്ദേഹം മാപ്പിൽ രേഖപ്പെടുത്തി. മോറിയുടെ നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിൽ 1855 അദ്ദേഹം ദ ഫിസിക്കൽ ജിയോഗ്രഫി ഓഫ് ദ സീ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. സമുദ്രത്തെക്കുറിച്ച് ആധികാരികമായി എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകമായിരുന്നു ഈ പുസ്തകം. സമുദ്രത്തിൻ്റെ ഭൂപടങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി ഇന്ന് നമുക്ക് ലഭിക്കുന്ന രേഖകൾ മോറിയുടെ ഈ പുസ്തകത്തിൽ നിന്നുമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി വിർജിനിയയിൽ സ്ഥാപിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ താഴെ ഇന്നും സങ്കീർത്തനം 8:8 ആ ബൈബിൾ വാക്യം കൊത്തി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. 3000 വർഷം മുൻപ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇപ്രകാരം ഒരു പാതയുണ്ടെന്ന് തെളിയിക്കുവാൻ അതിന് ആവശ്യമായ ഒരു ഉപകരണങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവഭക്തനായിരുന്ന ദാവീദ് പ്രകാരം പറഞ്ഞു, സമുദ്രത്തിനടിയിൽ പാത ഉണ്ട് എന്ന്. 1855 ശാസ്ത്രം ഇത് കണ്ടെത്തിയത്. എന്നാൽ BC 1000 സങ്കീർത്തനത്തിൽ കൂടെ ദാവീദ് എഴുതപ്പെട്ടത്. ഏകദേശം 2800 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ബൈബിൾ വെറുമൊരു മതഗ്രന്ഥം മാത്രമല്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം ഈ വസ്തുതകൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ശാസ്ത്രലോകം ഇന്നും അത് കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഓരോ കാര്യങ്ങളും, എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകം ഇവയെല്ലാം മുൻകൂട്ടി കണ്ടു ലോകത്തിന് കൈമാറിയിരിക്കുകയാണ്.
അതാണ് വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ മഹാത്മ്യം, ദൈവത്തിൻ്റെ പവർ. അതെ, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. വേദപുസ്തകത്തിലെ വാക്യങ്ങൾക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തിൻ്റെ തുടർഭാഗം വീണ്ടും കാണുവാൻ വേണ്ടി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു ഭാഗമായിട്ട് ഞാൻ കടന്നു വരുന്നതാണ്. ദൈവം ഏവരെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.